my dear students, welcome back to the English class. SLC English class like ella kuttikalkku swagatham. Today we are going to take the 8th chapter, The Ballad of Father Gilligan. This is a poem. As you know all that, this is a long poem written by W.B. Yeats. Okay. അപ്പോൾ ഈ പോയം പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? ഈ പോയം നമ്മൾ ഒരു കഥ പോലെ മനസ്സിലാക്കി എടുക്കാനാണ് പോകുന്നത്. ഒരു കഥ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് മിസ് എന്ന് നിങ്ങളെ ഈ പോയം മുഴുവൻ പഠിപ്പിക്കാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണ് ഈ പോയം കണ്ടിട്ട് മിസ് കഥയാന്ന് പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് മിസ് അങ്ങനെ ആദ്യം പറഞ്ഞതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. മിസ് അങ്ങനെ പറയാൻ കാര്യം ഒന്നേ ഉള്ളൂ. ബലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ബലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ സ്റ്റാൻസ പോയം ആണ്. സ്മോൾ സ്റ്റാൻസ പോയം. ഓക്കെ, സ്മോൾ സ്റ്റാൻസ പോയത്തിനെയാണ് നമ്മൾ ബലാഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പോയം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാം സ്മോൾ സ്റ്റാൻസാസ് ആണ്. 4 ലൈൻസ് ഉള്ള ചെറിയ, ഒട്ടും ലെങ്തി അല്ലാത്ത 4 ലൈൻസ് ഉള്ള ചെറിയ സ്റ്റാൻസാസ് ആണ് നിങ്ങളുടെ പോയം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബലാഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹീറോയിക്. ഹീറോയിക് ഓർ ട്രാജിക് സ്റ്റോറി ആയിരിക്കും പോയമായിട്ട് പറയുക. ഹീറോയിക് അല്ലെങ്കിൽ ഒരു ട്രാജിക് സ്റ്റോറി ആയിരിക്കും ഒരു ബലാഡിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ബലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സ്റ്റാൻസ പോയമാണ്. അതുപോലെ തന്നെ ഒരു ഹീറോയിക് അല്ലെങ്കിൽ ട്രാജിക് സ്റ്റോറിയാണ് പോയത്തിന്റെ ഈ ലൈൻസിൽ കൂടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സോ ദ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഗില്ലിഗണിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. ഹീറോയിക് ആണോ ട്രാജിക് ആണോ എന്ന് നമുക്ക് നോക്കാം. ഒരു സ്റ്റോറിയാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ മിസ് എന്തുകൊണ്ടാണ് ഈ പോയം നമുക്ക് ഒരു സ്റ്റോറി പോലെ പഠിക്കാമെന്ന് പറഞ്ഞതെന്ന്? ഓക്കെ, ഇപ്പൊ പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെ ലെന്തി ആയിട്ടുള്ള പോയം ആണെങ്കിലും ഈ പോയം വളരെ 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 ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ചാപ്റ്റേഴ്സിലേക്കും ഓതേഴ്സിലേക്കും അതിന്റെ കണ്ടന്റിലേക്കും നമുക്ക് പതിയെ മൂവ് ചെയ്താലോ? നമ്മുടെ പോയത്തിന്റെ ലൈൻസ് ഒക്കെ വായിച്ച് തുടങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ പോയറ്റിനെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ജസ്റ്റ് ഒരു പോയിന്റ് വായിക്കുകയാണ്. ആ പോയിന്റ് ഇതാണ്: The Ballad of Father Gilligan by W.B. Yeats about Father Gilligan who rendered selfless service to the poor and the needy in his parish. പാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇടവക എന്നാണ് അതിന്റെ അർത്ഥം. ഇടവക. ഓക്കെ ഓക്കെ, സോ ഇടവക എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചർച്ചിനെ ബേസ് ചെയ്ത് പറയുന്നതാണ്. ക്രിസ്ത്യാനിറ്റി ആണ്. ക്രിസ്ത്യൻ ചർച്ച് ആണ്. ഒരു ചർച്ചിന് കീഴിൽ വരുന്ന ഏരിയനെയാണ് അവിടുത്തെ ഇടവക എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്നയാള് ഒരു പാരിഷിലെ ഫാദർ ആണ്, ഒരു അച്ഛനാണ്, ഒരു ഇടവകയിലെ വികാരി അച്ഛനാണ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്നത്. And he is giving selfless service to the poor and those who are needy. ഫാദറിന്റെ സർവീസസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന, ഫാദറിന്റെ എന്തൊക്കെ സർവീസസ് ആണോ ചർച്ചിൽ നിന്ന് ക്രിസ്ത്യൻസിന് വേണ്ട എന്തൊക്കെ സർവീസസ് ആണോ കൊടുക്കേണ്ടത്, അത് അദ്ദേഹം ആരൊക്കെയാണ്, പാവപ്പെട്ടവനാണോ നല്ലവനാണോ മോശക്കാരനാണോ എന്നൊന്നും നോക്കാതെ എല്ലാവർക്കും സെൽഫ്ലെസ്, അദ്ദേഹം സ്വയം മറന്ന് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോയത്തിലെ ആളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാൻ പറ്റും നമ്മുടെ പോയത്തിലെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാദർ ഗില്ലിഗൻ ആണ്. ആരാണ്? നമ്മുടെ ഫാദർ ഗില്ലിഗൻ. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോയത്തിന്റെ ഹീറോ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പൊ ഇനി മിസ്സിന് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയത്തിന്റെ ഏകദേശം ഒരു തീം, ഓക്കെ, ഒരു തീം എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് ഈ പോയം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ പോയത്തിന്റെ ഒരു ലൈൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: God is ever
merciful. ദൈവം എപ്പോഴും കരുണയുള്ളവനാണ്. And he will always help the needy, those who are in their problems. ദൈവത്തിന്റെ സഹായം വേണമെന്നുള്ള എല്ലാവരെയും ദൈവം സഹായിക്കാറുണ്ട്. തക്ക സമയത്ത് ദൈവം എല്ലാവരെയും സഹായിക്കാറുണ്ട്. അതാണ് W.B. Yeats എന്ന് പറയുന്ന നമ്മുടെ ഈ പോയത്തിലൂടെ നമ്മളോട് പറയാൻ പോകുന്ന കാര്യം. അപ്പൊ ഏകദേശം മനസ്സിലായോ? പോയത്തിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? ഫാദർ ഗിലിഗണിനെ കുറിച്ചാണ് ഈ പോയത്തില് നമ്മള് പറയാൻ പോകുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ സെൽഫ്ലെസ് സർവീസസ് ടു ദി പാരിഷ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ നമ്മുടെ ഓഥറിലേക്ക് പോകാണ്. ഇതാണ് നിങ്ങളുടെ ഓഥർ, വില്യം ബട്ട്ലർ യീറ്റ്സ് by 1865 to 1939. He is an Irish poet and one of the foremost figures of 20th century literature. In 1923, he was awarded the Nobel Prize in Literature for his inspired poetry. Yeats is one of the few writers who completed his greatest works after being awarded the Nobel Prize, which include The Tower and The Winding Stair and other poems in 1928 and 29. Okay. അപ്പോൾ ഇവിടെ എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? ഒന്ന് നോക്കിക്കേ. 20th സെഞ്ച്വറിയില് ലിറ്ററേച്ചറിൽ, സാഹിത്യം, ഇംഗ്ലീഷ് സാഹിത്യത്തില് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, പോയറ്റ് ആണ് W.B. Yeats അല്ലെങ്കിൽ വില്യം ബട്ട്ലർ യീറ്റ്സ് എന്ന് പറയുന്ന ആള്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇനി എന്താണ് പറയാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ പോയട്രി, ഇൻസ്പയർഡ് പോയട്രി. ഓക്കെ, ലിറ്ററേച്ചർ ഫോർ ഹിസ് ഇൻസ്പയർഡ് പോയട്രി and he is a great inspiration to everyone. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ നൊബേൽ പ്രൈസസ്, അദ്ദേഹത്തിന്റെ വർക്ക്സ്, The Tower and Winding Stair, other poems, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യാം. പോയത്തിന്റെ ലൈൻസ് മിസ് വായിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മൾ അതിന്റെ ബാക്കി ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഒരുമിച്ച് ഫാദർ ഗിലിഗന്റെ പോയം പഠിച്ചാലോ? ദ ബലാഡ് ഓഫ് ഫാദർ ഗിലിഗൻ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ബലാഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബലാഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മിസ് പറഞ്ഞു തന്നത്? നറേറ്റിംഗ് സ്റ്റോറി, ഒരു ഹീറോയ്ക്കോ ട്രാജിക്കോ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, പ്ലീസ് കീപ് ഇൻ ദാറ്റ്. ഓക്കെ, അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കല്ല. ദിസ് ഇസ് എ സ്റ്റോറി. പോയത്തിന്റെ സ്റ്റൈലിലുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. പോയമാണ്, സ്ട്രക്ചറലി പോയമാണ്, പക്ഷെ അതിലൂടെ കൺവേ ചെയ്യുന്നത് ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ക്ലിയർ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green swords lay. Okay, അപ്പൊ നമ്മുടെ ഫാദറിന്റെ പേരെന്താണ്? നമ്മുടെ പ്രീസ്റ്റിന്റെ പേരെന്താണ്? പീറ്റർ ഗില്ലിഗൻ. ഇദ്ദേഹമാണ് നമ്മുടെ പ്രീസ്റ്റ്, അല്ലെങ്കിൽ ഈ പോയത്തിലെ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് പീറ്റർ ഗില്ലിഗൻ ആണ്. ഓക്കെ, ഫാദർ ഗില്ലിഗൻ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു ഓൾഡ് പ്രീസ്റ്റ് ആണ്. ഓൾഡ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യൻ ലീഡറിനെയാണ് നമ്മള് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ലീഡർ ആണ് കേട്ടോ, ക്രിസ്ത്യൻ ലീഡർ ആണ്. അദ്ദേഹത്തെയാണ് നമ്മള് ഓൾഡ് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഓൾഡ് ആണ്, വയസ്സായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്നത്. പിന്നെ വിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടയേർഡ് എന്നാണ്. ടയേർഡ്, അദ്ദേഹം മടുത്തു, ടയേർഡ് ആണ്. ഡേ ആൻഡ് നൈറ്റ്, രാവും പകലുമായിട്ട് അദ്ദേഹം മടുത്തു. എങ്ങനെയാണ്? എന്താണ് സംഭവിച്ചത്? ഹാഫ് ഹിസ് ഫ്ലോക്ക് വേർ ഇൻ ദെയർ ബെഡ്സ്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മള് കൂട്ടം എന്ന് പറയും. കൂട്ടം, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനെയാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുന്നത്. ഇൻ ദെയർ ബെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രീസ്റ്റിന്റെ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ആ കുഞ്ഞാടുകൾ. ഓക്കെ, അദ്ദേഹത്തിന്റെ വികാരിയച്ഛന്റെ കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടവകയിലെ കുറെ ആളുകള്, അവരെല്ലാവരും ഇൻ ദെയർ ബെഡ്,
their bed എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കിടക്കിടന്ന് ഉറങ്ങാന്നാ? അല്ല, എന്ന് പറഞ്ഞാൽ എന്താണ്? in their beds എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അസുഖം ബാധിച്ച് എന്തോ ഒരു വയ്യാഴിക, അവർക്ക് എന്തോ പ്രോബ്ലം ആണ്, എന്തോ ഡിസീസ് ആണ്, അതുകൊണ്ട് അവർ ബെഡിലാണ്. ഓർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ ചെടികൾക്ക് അടിയിലാണ്, മരത്തിനടിയിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? they were died, dead എന്നാണ് അതിന്റെ മീനിങ്. കുറെ ആളുകള് മരിച്ചുപോയി, കുറെ ആളുകള് അസുഖം ബാധിച്ച് കിടപ്പിലാണ്. എവിടെയുള്ള? പീറ്റർ ഗില്ലിഗന്റെ പാരിഷിലുള്ള കുറെ ആളുകള് അവര് അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടവകയില്, അദ്ദേഹത്തിന്റെ ഏരിയയില് എന്തോ ഒരു അസുഖം വന്നിരിക്കുകയാണ്. കുറെ പേരെല്ലാം ഇൻഫെക്റ്റഡ് ആയി, അവരെല്ലാം അസുഖമായി കിടക്കുന്നു, വേറെ കുറെ ആളുകള് മരിച്ചുപോയി. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയില് പറഞ്ഞിരിക്കുന്നത്. in their beds എന്ന് പറഞ്ഞാൽ എന്താണ്? which means they are sick, അവർക്ക് അസുഖം ബാധിച്ച് കിടക്കുകയാണെന്നാണ്. once while he nodded in a nodded chair at the moot hour of the eve, another poor man sent for him and he began to grieve. okay, അപ്പൊ എന്താണ് അടുത്ത കാര്യം വന്നിരിക്കുകയാണ്. എന്താണ് അവിടെ കാര്യം? നോഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ആടുന്ന ചെയറിലെ, ഇങ്ങനെ മുന്നോട്ട് പുറകോട്ട് ഇങ്ങനെ ആടുന്ന ചെയറിലെ, അതിനെയാണ് നോഡിങ് എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഈ നോഡിങ് ചെയറിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്, ആടിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ടും പുറകോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. മോത്ത് അവർ ഓഫ് ദി ഈവനിങ്. എന്തോന്നാണ് ഈ മോത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് മോത്ത്? നിങ്ങൾ കണ്ടിട്ടില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേനെ മാത്രമാണ് ഈ രാവിലെ ഇല്ലാതെ നമ്മൾ ഒരിക്കലും കാണാറില്ല. പക്ഷെ വൈകുന്നേരം മാത്രം നമ്മൾ കാണാറുണ്ട്. ഈ വെട്ടത്തിന്റെ ഒക്കെ അടുത്തേക്ക് കുറെ പ്രാണികളും ജീവികളും പറക്കുന്നതൊക്കെ, അതിനെയാണ് നമ്മൾ മോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസെക്ട്സ് ആൻഡ് ഫ്ലൈസ് ആണ്. ഇൻസെക്ട്സ് ആൻഡ് ഫ്ലൈ അത് എപ്പോഴാണ് കാണുന്നത്? അവർ ഓഫ് ഈവ്, വൈകുന്നേരങ്ങളിൽ നമ്മൾ കാണുന്ന ഇൻസെക്ട്സ്, അതിനെയാണ് നമ്മൾ മോത്ത് അവർ ഓഫ് ദി ഈവ് എന്ന് പറഞ്ഞത്. അത് വൈകുന്നേരങ്ങളിൽ മാത്രം വരുന്നതാണ്. ആ വൈകുന്നേര സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അനദർ പുവർ മാൻ സെന്റ് ഫോർ ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് വേറെ ഒരാൾക്ക് കൂടെ പെട്ടെന്ന് അസുഖമായിട്ടിരുന്നതിൽ ഒരാൾക്ക് കൂടെ അസുഖം കൂടുതലായി. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി he began to grieve, അദ്ദേഹത്തിന് ഗിലിഗണിന് സങ്കടമായി. എന്തുകൊണ്ടാണ്? പുവർ മാനിന് വേണ്ടിയാണ്. പുവർ മാനിന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കാൻ വന്നിരിക്കുകയാണ്, ഫാദർ ഗില്ലിഗനെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ എന്താണ്? ലാസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ലാസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്ത്യൻ ആചാരം അനുസരിച്ച് എന്താണ്? ഒരു കാര്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു ആള് മരിക്കുന്നതിന് മുമ്പ് അവർക്കൊരു ലാസ്റ്റ്, ഒരു അന്ത്യകൂദാശ എന്ന് പറയും, ലാസ്റ്റ് കമ്മ്യൂണിയൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് അവർക്ക് നല്ലതായിട്ടാണ്, അത് അവരുടെ വിശ്വാസമാണ്, ക്രിസ്ത്യൻ വിശ്വാസമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫാദർ ഗില്ലിഗനെ വിളിക്കാനായിട്ട് അവിടെ ഒരാൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ വന്നപ്പോഴത്തേനും he began to grieve, അദ്ദേഹത്തിന് വിഷമമായി. എന്തിനാണ് ഫാദർ ഗില്ലിഗനെ വിളിക്കാൻ വന്നത്? ഫാദർ ഗില്ലിഗനെ വിളിക്കാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു സ്പിരിച്വൽ സപ്പോർട്ടിന് വേണ്ടിയാണ് ഫാദറിനെ വിളിക്കാൻ വന്നത്. ഓക്കെ, പോയതിന്റെ 8 ലൈൻസ് ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റാൻസ സെക്കൻഡ് സ്റ്റാൻസ ക്ലിയർ അല്ലേ? അപ്പം പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഓൾഡ് പ്രീസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഈ 2 സ്റ്റാൻസ പറഞ്ഞത്? പീറ്റർ ഗില്ലിഗന്റെ പാരിഷിലുള്ള കുറെ ആളുകളെല്ലാം അസുഖം ബാധിച്ചു, കുറെ ആളുകൾ മരിച്ചുപോയി. അപ്പൊ ഇങ്ങനെ വൈകുന്നേരം ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ അവിടുത്തെ ഒരു ചെയറിൽ, നോഡിങ് ചെയറിൽ ആടിക്കൊണ്ടിരുന്ന സമയത്ത് മറ്റൊരാൾ കൂടി അസുഖം ബാധിച്ചു, പെട്ടെന്ന് ഫാദർ വരണം എന്ന് പറഞ്ഞ് വിളിക്കാൻ ആൾ വന്നു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സങ്കടമായി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെയുള്ള പോയിന്റിന്റെ ലൈൻസ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പോയിന്റിന്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പേജ് 90 മുതലാണ് നമ്മൾ വായിക്കുന്നത്. I have no rest, nor joy, nor peace, for people die and die. And after cried him, God forgive, my body speak not I. He knelt and leaning on the chair, he prayed and fell asleep. And the moth hour went from the fields, the stars began to weep. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ആ മോത്ത് ഈവനിങ്ങില് അദ്ദേഹം അവിടെ ഇരുന്നപ്പോഴാണ് ഒരാള് ഫാദറിനെ, നമ്മുടെ പീറ്റർ ഗില്ലിഗനെ നോക്കി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു?
അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറയാണ്, അത് എന്താണ് പറയുന്നത്? ഐ ഹാവ് നോ റെസ്റ്റ്, നോ ജോയ്, നോർ പീസ്, ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ. അദ്ദേഹം എന്താണ് പറയുന്നത്? പെട്ടെന്ന് പറയാണ്. ഒരു ഇമ്പൾസീവ് കംപ്ലൈന്റ് ആണിത് കേട്ടോ. എന്താണിത്? ദിസ് ഈസ് ആൻ ഇമ്പൾസീവ് കംപ്ലൈന്റ്. ഇമ്പൾസീവ് കംപ്ലൈന്റ്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹത്തിന് ആ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. എന്താണ്? പീപ്പിൾ ഡൈ ആൻഡ് ഡൈ. ആളുകള് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പല പല സമയത്തായിട്ട് ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി. അത്രയും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് നിലവിളിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്താണ് താൻ ഈ പറയുന്നത്. ആൻഡ് സഡൻലി ഹി ഫീൽ ഗിൽറ്റി. പെട്ടെന്ന് അദ്ദേഹത്തിന് വിഷമം തോന്നി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഗോഡ് ഫോർഗീവ്. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. മൈ ബോഡി സ്പീക്ക് നോട്ട് ഐ. സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് ഫോം ആണ്. സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്ക്, പറഞ്ഞത്, പറഞ്ഞു, അതെ. ഓക്കെ. സ്പീക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. മൈ ബോഡി സ്പീക്ക് അല്ലെങ്കിൽ സ്പോക്ക് നോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നത്? എന്റെ ബോഡിയാണ് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തത്, ഞാനല്ല. നോട്ട് ഐ, എന്റെ ബോഡിയാണ്, ഞാനല്ല റെസ്പോണ്ട് ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഹിസ് ബോഡി ഈസ് കംപ്ലീറ്റ്. ഐ ഹാവ് നോ റെസ്റ്റ്, നോർ ജോയ്, നോർ പീസ്. എനിക്കൊരു സ്വസ്ഥതയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, എനിക്കൊന്നും റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് അദ്ദേഹം ഒരു ഇമ്പൾസീവ് കംപ്ലൈന്റ് ഗോഡിനോട് പറയാണ്. ആൻഡ് ആഫ്റ്റർ അത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഓർത്തത് എന്താണ് ഈ പറയുന്നത്? ഗോഡ് ഫോർഗീവ് മീ, നോട്ട് മീ ബട്ട് മൈ ബോഡി സ്പീക്ക്. ഞാനല്ല, എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, എൻ്റെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട്. ഓക്കെ, അദ്ദേഹം ഇങ്ങനെ ജോലികൾ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ, കടമകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി കുറച്ച് വീക്കായി പോയത് കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാണ് ഇവിടെ പീറ്റർ ഗില്ലിഗൻ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിന്റെ ബാക്കി ലൈൻ നോക്കിക്കേ. ഹി നെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹം മുട്ടുകുത്തിയിരുന്നു. ഓക്കെ, മുട്ടുകുത്തിയിരുന്നിട്ട് ലീനിങ് ടു ദ ചെയറിലേക്ക് കൈ വെച്ചിട്ട് അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തു പറ്റി? ഫെൽ അസ്ലീപ്. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഉറങ്ങിപ്പോയി. നമുക്ക് സംഭവിക്കാറുണ്ടല്ലേ? നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങി പോകാറുണ്ടോ എന്ന് മിസ്സിന് അറിയില്ല. പക്ഷെ ഒരു കാര്യം മിസ്സിന് ഉറപ്പാണ്, നിങ്ങൾ പഠിക്കാൻ ബുക്ക് എടുത്ത് വെച്ച് തുറന്നിരുന്നു കഴിഞ്ഞ് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങി അങ്ങ് വീഴും. അല്ലെ? കറക്റ്റ് അല്ലേ മിസ് പറഞ്ഞത്? അതുകൊണ്ടൊക്കെ നമ്മുടെ ഫാദർ ഉറങ്ങിപ്പോയി. ഓക്കെ, ഫാദർ എന്തുകൊണ്ടാണ് ഉറങ്ങിപ്പോയത്? ഫാദർ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ദ മോത്ത് അവർ വെന്റ്. എന്താണ് ഇവിടെ പറയുന്നത്? സൺസെറ്റ് ഈവനിങ് എന്നുള്ളത് കഴിഞ്ഞിട്ട്, ഈവനിങ് ടൈം കഴിഞ്ഞിട്ട് the stars began to peep. നക്ഷത്രങ്ങള് അവിടെ എത്തി നോക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നക്ഷത്രങ്ങൾ എത്തി നോക്കുവോ? നക്ഷത്രങ്ങൾ എത്തി നോക്കാറുണ്ടോ? മനുഷ്യരല്ലേ എത്തി നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് നമുക്ക് പെർസോണിഫിക്കേഷൻ ആണ്. പെർസോണിഫിക്കേഷൻ, ഹ്യൂമൻ ഇഫക്റ്റ് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, പെർസോണിഫിക്കേഷൻ ആണത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അദ്ദേഹം ഉറങ്ങിപ്പോയി, സമയം കടന്നു പോകുന്നത് അദ്ദേഹം അറിയുന്നില്ല. സന്ധ്യാസമയം കഴിഞ്ഞ് നക്ഷത്രങ്ങൾ, സ്റ്റാർസ് ഒക്കെ വരുന്ന രാത്രി സമയം ആയിരിക്കുകയാണ്. അദ്ദേഹം അറിയുന്നുണ്ടോ? അറിയുന്നില്ല. എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി. നൈറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലാതെ അവിടെ പ്രേയർ ടൈമില് വീണ് കിടന്ന് ഉറങ്ങിപ്പോയി. ഹി സ്ലീപ്. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നിന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോയി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ മിസ് പറഞ്ഞ കാര്യങ്ങള്, ഈ 8 ലൈൻസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ നമ്മുടെ പോയതിന്റെ അടുത്ത 8 ലൈൻസ് വായിച്ചു നോക്കാൻ പോവാണ്. റെഡി അല്ലേ? ഓക്കെ. They slowly into millions grow and leaves shook in the wind and God covered the world with shade and whispered to mankind. They slowly into millions. ദേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരാ ഉദ്ദേശിച്ചിരുന്നത്? നമ്മളിപ്പോ ആരുടെ കാര്യ പറഞ്ഞുകൊണ്ടിരുന്നേ? സ്റ്റാർസിന്റെ കാര്യം വരുന്നത് അല്ലേ? അപ്പം സ്റ്റാർസ് പീപ്പ് ചെയ്യുവാനെന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? എത്തി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. They started slowly into millions grow. എന്താണ്? സ്കൈയില്, ആകാശം നിറച്ച് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രാത്രിയായി, നൈറ്റായി. ഓക്കെ,
ലീവ്സ് ഷൂക്ക് ഇൻ ദ വിൻഡ്. എന്താണ്? ലീവ്സ്, ഇലകൾ ഇങ്ങനെ കാറ്റില് മൂവ് ചെയ്യുന്നു, ഇങ്ങനെ പതിയെ പതിയെ ആടുന്നു. ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്. ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് വിസ്പേർഡ് ടു മാൻകൈൻഡ്. എന്താണ്? ഒരമ്മ കുഞ്ഞിനെ ഉറക്കുന്ന ഒരു താളം പോലെ ഇതെല്ലാം ദൈവം ഇങ്ങനെ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ, കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ് എന്നുള്ളത് ഒരു മെറ്റഫർ ആണ്. മെറ്റഫർ. ഓക്കെ ഓക്കെ. ആൻഡ് വിസ്പേർഡ് ടു മാൻകൈൻഡ്. എന്താണ്? എന്താണ് ചെയ്യുന്നത്? ദൈവം മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ 4 ലൈൻസ് ഫുള്ളും എന്താണ്? ഫുൾ വിഷ്വൽ ഇമേജറി ആണ്. എന്താണ്? വിഷ്വൽ ഇമേജറി ആണ്. കുറെ കാര്യങ്ങളാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി ലൈൻസ് നോക്കാം. Upon the time of sparrow chirp, when the moths came once more. എപ്പോഴാണ് സ്പാരോസ് ചേർപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബേർഡ്സ് ഒക്കെ ഇങ്ങനെ കുറെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴാണ് ബേർഡ്സ് സൗണ്ട് ഉണ്ടാക്കുന്നത്? എപ്പോഴാണ്? മോർണിംഗ് ടൈമില് അല്ലേ? അപ്പൊ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൈറ്റില്, ഈവനിങ് ടൈമില് ഫാദർ ഗില്ലിഗൻ പ്രേ ചെയ്യാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് പോയി മുട്ടുകുത്തി നിന്നു. അവിടെ കസേരയിലേക്ക് വീണ് അദ്ദേഹം ഉറങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം എന്താണ്? രാത്രി മുഴുവൻ അവിടെ കിടന്നു. ദൈവത്തിന്റെ ഒരു സംരക്ഷണം ഈ പീറ്റർ ഗില്ലിഗണിന് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? ഇപ്പോൾ സമയം മോർണിംഗ് ആയി. സ്പാരോസ് ചേർപ്പിംഗ് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? രാവിലെ എണീക്കുകയാണെങ്കിൽ കിളികളൊക്കെ ഇങ്ങനെ കളകള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കേൾക്കാം. ഓക്കെ, സ്പാരോസ് ചേർപ്പ് ചെയ്യുന്ന സൗണ്ട് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. And when the moths came once more again. എന്താണ്? മോത്സ് വീണ്ടും വരുന്ന സമയം ആയിരിക്കുകയാണ്. And the old priest Peter Gilligan stood upright on the floor. പെട്ടെന്ന് എന്താണ്? പെട്ടെന്ന് അദ്ദേഹം ഉറക്കം തെളിഞ്ഞു. ഉറക്കം തെളിഞ്ഞിട്ട് അദ്ദേഹം എന്താണ്? പെട്ടെന്ന് അദ്ദേഹം ഒരു കാര്യം ഓർത്തു. എന്താണ്? He want to visit, അല്ലേ? He want to visit that sick person. അദ്ദേഹത്തിന് എന്താണ്? അസുഖം പിടിച്ചയാളെ വിസിറ്റ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഒരാള് കാണാൻ വന്നിരുന്നതല്ലേ? അവിടെ കിടന്നാണ് അദ്ദേഹം ഉറങ്ങിപ്പോയത്. സോ ഹി സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ. പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്തിനു വേണ്ടിയാണ്? ഹി വാണ്ട് ടു വിസിറ്റ് ദാറ്റ് സിക്ക് പേഴ്സൺ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ പോയിന്റിന്റെ ഏകദേശം പകുതി ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി പോയിന്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ബാക്കി നമ്മുടെ ബാലഡ് അല്ലേ? ബാലഡിന്റെ ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. Mavron, Mavron, the man has died. While he slept in the chair, he roused his horse out of its sleep and rode with little care. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again. Okay, മാവ്രോൺ മാവ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐറിഷ് വേർഡ് ആണ്, ഒരു ഐറിഷ് സേയിങ് ആണ് കേട്ടോ. മാവ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറിഷ് ആണ്, ഐറിഷ് വേർഡ് ആണ്, ഐറിഷ് സേയിങ് പോലെ. എന്താണ്? അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാൻ എളുപ്പത്തിൽ മിസ് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലാണ് ആണെങ്കിൽ എന്ത് പറയും? അയ്യോ ഞാനത് മറന്നു പോയല്ലോ, ഞാനത് മറന്നു, അങ്ങനെ നമ്മൾ പറയില്ലേ? ഓക്കെ, അപ്പൊ സെയിം ആണ്, ഒരു ഐറിഷ് സേയിങ് ആണ് മാവ്രോൺ മാവ്രോൺ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയാണ്, പീറ്റർ ഗില്ലിഗൻ പറയാണ്, ഞാൻ ആ ചെയറിലിരുന്ന് ഉറങ്ങിപ്പോയി, ആ മനുഷ്യൻ ഇപ്പോ മരിച്ചിട്ടുണ്ടാകും. The man has died. അയാള് മരിച്ചു കാണും. ഞാന് ചെയറിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ. And he roused his horse. എന്നിട്ട് എന്താണ്? അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് വളരെ ധൃതിയിൽ പെട്ടെന്ന് കയറിയിരുന്നു. അതിനെ കൂടെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയെടുത്തു. എന്നിട്ട് and rode with little care. Little എന്ന് പറഞ്ഞാൽ എന്താണ്? No. And rode with no care. ഒരു ശ്രദ്ധയുമില്ലാതെ അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ട് അദ്ദേഹം ഓടിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ ഉള്ളത് ഒരു അലിട്രേഷൻ ആണ്. എന്താണ്? അലിട്രേഷൻ. ക്ലിയർ അല്ലേ? ഇവിടെ ഉള്ളത് ഒരു അലിട്രേഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഹി റോഡ് വിത്ത് നോ കെയർ. എവിടെയൊക്കെയാണ്? ഇതുവരെ കുതിരപ്പുറത്ത് അദ്ദേഹം പോയിട്ടില്ലാത്ത പോലെ, ആസ് നെവർ റോഡ്, ഇതുവരെ കുതിരപ്പുറത്ത് പോയിട്ടില്ലാത്ത പോലെ പാറക്കെട്ടിനിടയിലൂടെയും എല്ലാം അദ്ദേഹം വളരെ വേഗത്തില് അദ്ദേഹം ആ
രോഗമായി കിടന്നിരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ചെന്നു. ആരാണ് ഡോറ് തുറന്നത്? The sick man's wife. ആ അസുഖം ബാധിച്ച് കിടന്നിരുന്ന മനുഷ്യന്റെ ഭാര്യയാണ് ഡോർ ഓപ്പൺ ചെയ്തത്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ചോദിച്ചത്? ഫാദർ, യു കം അഗൈൻ. ചോദിക്കാണ്. ഫാദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ അല്ലേ? പ്രീസ്റ്റ് ചോദിക്കാണ്, ഓ വീണ്ടും വന്നോന്ന് ചോദിക്കാണ്. യു കം അഗൈൻ. ഓക്കെ, അപ്പൊ അഗൈൻ എന്ന വേർഡിന് ഒരു പ്രത്യേകതയുണ്ട്. അഗൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം അല്ലേ? വീണ്ടും എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. അപ്പൊ ഇതിനു മുമ്പ് അദ്ദേഹം ഒരു തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ പോയം ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഈ ഭാഗത്ത് ഒരു ചെറിയ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ ആ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ഇനി ഇതിന്റെ ഭാഗം ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് സിഗ്മാന്റെ ഭാര്യ അങ്ങനെ സംസാരിച്ചത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. And is the poor man dead? He cried. He died an hour ago. ആ വയ്യാതിരുന്ന മനുഷ്യൻ മരിച്ചോ? അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഫാദർ ഗില്ലിഗൻ ചോദിച്ചു. Is the poor man died? അയാൾ മരിച്ചോ എന്ന് ചോദിക്കാണ്. അപ്പൊ പറയാണ് he died an hour ago. ഒരു മണിക്കൂർ മുമ്പ് അയാള് മരിച്ചുപോയി. The old priest Peter Gilligan in grief swayed to and fro. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെയധികം വിഷമമായത്? ഇദ്ദേഹത്തിന്റെ ഈ ഭാര്യയുടെ ഈ റിപ്ലൈ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെയധികം വിഷമമായത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെയധികം വിഷമമായത്? കാരണം എന്തായിരുന്നു? ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു സെർവ് ദി ഫ്ലോക്ക്. ദൈവത്തിന്റെ കുഞ്ഞാടുകളെ എല്ലാം സംരക്ഷിക്കുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ പ്രീസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അദ്ദേഹം ഉറങ്ങിപ്പോയി അത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു വീഴ്ചയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ വൈഫ്, അതായത് സിക്ക് മാന്റെ വൈഫ് എന്താണ് ഇനി പറയുന്നത്. When you were gone, he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at that word. അപ്പം വൈഫ് ഇതാണ് പറഞ്ഞത്. When you were gone, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വശത്തേക്ക് ചെരിഞ്ഞു, എന്നിട്ട് അദ്ദേഹം മരിച്ചു. As merry as a bird. മെറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പി. ഹാപ്പി ആയിട്ട് അദ്ദേഹം മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ വേർഡ് കേട്ട് കഴിഞ്ഞപ്പോൾ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ knelt him at that word. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിലത്ത് മുട്ടുകുത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം? ഈ ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ പോയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ വേർഡ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, മിസ് പറയുന്നത് ശ്രദ്ധിച്ചേ. മുമ്പേ നമ്മൾ വായിച്ചപ്പം ഇങ്ങനെ ഒരു വേർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? ഫാദർ യു കം അഗൈൻ. ഫാദർ നിങ്ങൾ വീണ്ടും വന്നോ എന്ന്. അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന അർത്ഥം എന്താണ്? ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഫാദർ ഗില്ലിഗൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് when you were gone, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ he turned and died. മനസ്സിലായോ? അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി പീറ്റർ ഗില്ലിഗൻ എവിടെയായിരുന്നു? ഫാദർ പീറ്റർ ഗില്ലിഗൻ എവിടെയായിരുന്നു? അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിലെ ചെയറില് ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ശരിയല്ലേ? പറഞ്ഞു ശരിയല്ലേ? പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ, ആരുടെ ഭാര്യ? സിക്ക് മാന്റെ വൈഫ് പറയുന്നു ഇദ്ദേഹം ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസമില്ലേ? ഒരാൾ പറഞ്ഞു അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. നമ്മൾ വായിച്ചതാണ് he was slept അല്ലെ? അദ്ദേഹം ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി, അവശത കൊണ്ട് അല്ലെ? പക്ഷെ ഇവിടെ പറയുന്നു അദ്ദേഹം വന്നതിന് ശേഷമാണ് മരിച്ചത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും മനസ്സിലായോ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ God had sent his angels. Okay. ഇതാണ് ഇവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. ഇത് നിങ്ങൾ മറക്കാൻ പാടില്ല. God had sent his angels. അപ്പൊ എന്താണ്? ഇന്നലെ, അതായത് ആ മനുഷ്യൻ മരിക്കാൻ കിടന്ന സമയത്ത്, സിക്ക് മാൻ മരിക്കാൻ കിടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക്
വന്നത് ദൈവമയച്ച ഫാദർ ഗില്ലിഗന്റെ രൂപത്തില് അവിടെ വന്നത് അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ ഏഞ്ചൽസ് ആയിരുന്നു, ദൂതന്മാരായിരുന്നു, മാലാഖമാരായിരുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഫാമിലിയുടെ മുമ്പിൽ, ആ ആളുകളുടെ മുമ്പിൽ കൃത്യസമയത്ത് വന്ന് അദ്ദേഹത്തിന് വേണ്ടത് ചെയ്തു കൊടുത്ത ഒരാളായിട്ടാണ് ദൈവം പീറ്റർ ഗില്ലിഗനെ ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നിങ്ങളുടെ പോയത്തില് ഒരു ഹിഡൻ ആയിട്ട് കിടന്നിരുന്ന പോയിന്റ്, ഒരു ഹിഡൻ പോയിന്റ്. ഇതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലായി. എപ്പോൾ ഇത് മനസ്സിലായി, ഈ വേർഡ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പീറ്റർ ഗില്ലിഗന് ഇത് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം സന്തോഷം കൊണ്ട് ഓക്കെ. ക്ലിയർ അല്ലേ? ഇതായിരുന്നു നിങ്ങളുടെ പോയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മിസ് പറയണോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്കിനി ബാക്കി ഭാഗം കൂടി വായിച്ചു നോക്കാം. നമ്മുടെ പോയത്തിന്റെ ലാസ്റ്റ് 8 ലൈൻസ് ആണ്. He who hath made the night of stars for souls who tired and prayed, sent one of these great angels down to help me in my need. He who is wrapped in purple robes, with planets in his care, had pity on the least of things asleep upon a chair. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നേ? ലാസ്റ്റ് ലൈൻസ് ഇവിടെ കൊണ്ട് നമ്മുടെ പോയം ശരിക്കും തീരുകയാണ്. ഓക്കെ, അപ്പൊ ഫാദർ ഗില്ലിഗനെ ഗോഡിന്റെ ഏഞ്ചൽസ് വന്ന് ഹെൽപ്പ് ചെയ്തു അല്ലെ? അവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്, ഇപ്പൊ നിർത്തിയത്. അപ്പൊ അതിന്റെ ബാക്കി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഹാഡ് എന്ന വേർഡ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, വിച്ച് മീൻസ് ഹാസ്. നമ്മുടെ ഇപ്പോഴത്തെ ഹാസ് അന്ന് ഹാഡ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഹി ഹു ഹാസ് മേഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്, ഹി ഹു മേഡ് ദ എൻറ്റയർ യൂണിവേഴ്സ്, ക്രിയേറ്റർ ഓഫ് എവറിത്തിങ്. ഓക്കെ, എന്നിട്ട് പറയുകയാണ് സെൻഡ് യുവർ ഏഞ്ചൽസ് ഫോർ മൈ നീഡ്. എൻ്റെ എല്ലാ പ്രോബ്ലത്തിലും, എൻ്റെ എല്ലാ നീഡിലും, എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഗ്രേറ്റ് ഏഞ്ചൽസിനെ അയച്ച് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആരോട് പറയുകയാണ്? ഗോഡിനോട് നമ്മുടെ ഫാദർ പീറ്റർ ഗില്ലിഗൻ പറയുന്നതാണ് ഈ ലാസ്റ്റ് ഭാഗം. ആൻഡ് he who is wrapped in purple robes. പർപ്പിൾ എന്ന് പറഞ്ഞ കളറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് കളറാണ്, സ്ട്രോങ് കളർ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡിനെ സിംബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചേക്കുന്നതാണ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഈ ഫുൾ യൂണിവേഴ്സിനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇതിലുള്ള ഏറ്റവും ചെറിയ, ഏറ്റവും ലീസ്റ്റ് തിങ്ങിനെ പോലും, ഏറ്റവും ചെറിയ സാധനങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ പോലും സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ദൈവം അല്ലേ? ആ കോഡ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ കോഡാണ് നമ്മുടെ കെയറിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്, നമുക്ക് വേണ്ടി എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഫാദർ പീറ്റർ ഗില്ലിഗൻ ഈ പോയിന്റിന്റെ ലാസ്റ്റ് ലൈൻസിൽ പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ഇരുന്നത്. WBSന്റെ പോയം ഇവിടെ തിരിച്ചിരിക്കുകയാണ്. തോന്നുന്നു എല്ലാവർക്കും എല്ലാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സിമ്പിൾ പോയമാണ്, ബലാഡാണ്, സ്റ്റോറി. പീറ്റർ ഗില്ലിഗൻ അല്ലെ, നമ്മുടെ ഫാദർ പീറ്റർ ഗില്ലിഗന്റെ ഒരു ഹീറോയിക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ? ഒരു ഹീറോയിക് സ്റ്റോറി ആയിരുന്നു നമ്മുടെ ഈ പോയത്തിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കി നമ്മുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. Why was Father Gilligan weary night and day? Weary എന്ന് പറഞ്ഞാൽ എന്താണ്? ടയേർഡ് എന്ന് മിസ് മീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ടയേർഡ് ആയിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. Father Gilligan was weary night and day because his half of his parishioners were either sick or dead. He had to perform his priestly duties to them, and so he has tired the day and night. എന്താണ്? അദ്ദേഹത്തിന്റെ പാരിഷിന് കീഴിലുള്ള ആളുകളെല്ലാം ഒന്നെങ്കിൽ ഡിസീസ്ഡ്, സിക്ക് ആയിരുന്നു, അല്ലെങ്കിൽ കുറെ ആളുകൾ മരിച്ചു പോകുന്നു. അപ്പം ഡേ ആൻഡ് നൈറ്റ് ഇദ്ദേഹം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് അദ്ദേഹം ടയർഡായി പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ് ഫ്ലോക്ക്? ഫ്ലോക്ക് എന്ന വേർഡിന്റെ സിഗ്നിഫിക്കൻസ്, ഫ്ലോക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് മീനിങ്. അതിന് ഇവിടെ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോക്ക് ഇസ് എ കളക്റ്റീവ് നൗൺ മീനിങ് എ കളക്ഷൻ ഓഫ് ഷീപ്പ്. ആടുകളുടെ ഒരു കൂട്ടം എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഫ്ലോക്ക് എന്നുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് എന്ന് 3 വാക്കുകൾ ചേർത്ത് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഫ്ലോക്ക് എന്നുള്ളത്. ഇൻ ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ക്രിസ്തു മതപ്രകാരം അനുസരിച്ച് the parish priest is supposed to be the shepherd and the parishioners are the flock. ഓക്കെ,
ചർച്ച്, ഒരു പള്ളിയിലെ വികാരിയായിരിക്കുന്ന അച്ഛൻ, ഫാദർ പ്രീസ്റ്റ്, അദ്ദേഹമാണ് ഷെപ്പേർഡ്, ഇടയൻ. ബാക്കി ആ പള്ളിയുടെ കീഴിൽ വരുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ പാരിഷണേഴ്സ് വേറെ ഫ്ലോക്ക്, കുഞ്ഞാടുകളുമാണ്. അപ്പൊ ഫ്ലോക്ക് എന്ന വേർഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മീനിങ് ഇതാണ്. Moving to the third question, why were his flock either in bed or lying under green soil? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാരിഷണേഴ്സ് അല്ലെങ്കിൽ ഈ ആട്ടിൻകൂട്ടം ഒന്നുകിൽ സിക്കായി ബെഡിലായിരുന്നത് അല്ലെങ്കിൽ മരിച്ചുപോയിരിക്കുന്നത്? His flock were either in bed or lying under green because an epidemic had hit the parish. ഒരു പകർച്ചവ്യാധി അവരുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. So people were sick and died. അതുകൊണ്ട് എന്താണ്, ആളുകളെല്ലാം രോഗബാധിതരാവുകയും മരണപ്പെടുകയും ചെയ്യുന്നു. Question number 4. Why did another man send for Father Gilligan? Why is the man referred to as poor? മറ്റൊരു മനുഷ്യനെ ഫാദർ ഗില്ലിഗന് വേണ്ടി അയച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് poor man എന്ന് റെഫർ ചെയ്തിരിക്കുന്നത്? Father Gilligan was needed to give the sick man his sacrament of anointing the sick. He is referred to as poor because he is poor in soul. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫാദർ ഗില്ലിഗനെ അയക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സേക്രമെന്റ്, ലാസ്റ്റ് കമ്മ്യൂണിയൻ അല്ലേ, ഫൈനൽ കമ്മ്യൂണിയൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് പോയത്. പുവർ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്ത ആള് എന്നുള്ള അർത്ഥത്തിലല്ല, പുവർ ഇൻ ഹിസ് സോൾ, ആത്മാവിൽ ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് മെന്റലി സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഈ പ്രേയേഴ്സ് ഒക്കെ നടത്തുന്നത്. A person with sick is supposed to be poor in soul as he will not get heaven if he dies in a state of sin. അപ്പം തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ poor in soul എന്ന് പറയുന്നത്, ആത്മാവിൽ ദരിദ്രനായ മനുഷ്യൻ പറയുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ ഒരാൾ മരിച്ചു പോയാൽ അദ്ദേഹത്തിന് ഹെവൻ, സ്വർഗം കിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? Moving to the fifth question. Why did Father Gilligan seek forgiveness from God? What justification does he give to God for his errant words? എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നത്? Forgive me God എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അല്ലേ? അങ്ങനെ പറയാനുണ്ട് അദ്ദേഹത്തിന്റെ വായിൽ errant words. ആ വേർഡ്സ് ഒരു ഇമ്പൾസീവ് കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. Father Gilligan seeks forgiveness from God because as a priest it is not his obligation to go and give the sick man his last sacraments. ഒരു പാരിഷിലെ പ്രീസ്റ്റ് ആയിരിക്കുന്നിടത്തോളം ഫാദർ ഗില്ലിഗന്റെ ഡ്യൂട്ടിയാണ് അവിടെ പോവുക എന്നുള്ളതും ലാസ്റ്റ് സേക്രമെന്റ്സ് എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതും. ഓക്കെ, ബട്ട് ഹി ഈസ് ടു ടയർഡ് ടു ഗോ. പക്ഷെ അദ്ദേഹത്തിന് പോകാൻ വളരെയധികം ആവശ്യതയുണ്ടായിരുന്നു. The justification he gives for this errant words is that the words were spoken by his body, not himself. അദ്ദേഹം കൊടുത്തിരിക്കുന്ന എക്സ്ക്യൂസ് എന്താണ്? അറിയാതെ പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിന്റെ ബോഡിയാണ് സംസാരിച്ചത്, ഒരിക്കലും അദ്ദേഹം മനസ്സുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സ്വയം വേർഡ്സ് അല്ല, അത് ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ശരീരം പറഞ്ഞതാണ് എന്നാണ് ഫാദർ ഗില്ലിഗൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് we are starting with the sixth question. Why is the time called Moth hour? ആ സമയത്തിന് എന്തുകൊണ്ടാണ് മോത്ത് hour എന്ന് വിളിച്ചതാണ് ചോദിച്ചിരിക്കുന്നത്. It is early evening and at this time moths are seen in large numbers. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏർലി ഈവനിങ് ടൈം ആണ്, അതായത് സന്ധ്യാസമയത്തോട് അടുക്കുന്ന സമയമാണ്. ഓക്കെ, സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു, രാത്രി ആയിട്ടില്ല, അതിന് മുമ്പുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ഈ മോത്ത്സ്, ഇൻസെക്ട്സും ഫ്ലൈസും എല്ലാം വന്ന് വെട്ടത്തിന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മോത്ത് hour എന്ന് പറയുന്നത്. Question number 7. What is meant by upon the time of sparrow chirp? Upon the time of sparrow chirp എന്ന് പറഞ്ഞാൽ എന്താണ്? As it refers to early morning when sparrows start chirping. എന്താണ്? ഏർലി മോർണിംഗ് ടൈം, വളരെ രാവിലെ ഉള്ള സമയമാണ്. ആ സമയത്താണ് നമ്മൾ ബേർഡ്സിന്റെ ചേർപ്പിംഗ് ഒക്കെ കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബേർഡ്സ് ചിലക്കുന്നത് നമ്മൾ കേൾക്കുന്നത്. സോ ഇറ്റ് ഇസ് റെഫറിങ് ദി ഏർലി മോർണിംഗ് ടൈം, അതിരാവിലെ എന്നുള്ള സമയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Question number 8. What does the line and rode with little care indicate? What is the meaning of rode with little care indicate? He rode very fast, recklessly. He had failed to go when the cold came and now he is rushing to reach the sick man as fast as he can.
എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വേഗത്തില് കുതിരയുടെ പുറത്ത് കയറിയിരുന്ന് അദ്ദേഹം യാത്ര ചെയ്യാണ്. മുൻപെങ്ങും യാത്ര ചെയ്തിട്ടില്ലാത്ത വിധം വളരെ വേഗത്തിൽ. ലിറ്റിൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ കെയർ, പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയും വെച്ചില്ല, അല്ലാതെ തന്നെ വളരെ വേഗത്തിൽ അദ്ദേഹം കുതിരപ്പുറത്ത് കയറിയിരുന്ന് സിക്ക് മാന്റെ അടുത്തേക്ക് പറ്റുന്നത്ര വേഗത്തിൽ യാത്ര ചെയ്തു പോയി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. Why is the sick man's wife surprised to see Father Gilligan? എന്തുകൊണ്ടാണ് സിക്ക് മാന്റെ വൈഫ് ഫാദർ ഗിലിഗനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സർപ്രൈസ്ഡ് ആയത് എന്നാണ് ചോദ്യം. ആൻസർ: The sick man's wife was surprised to see Father Gilligan because she thought he had come earlier and given the last sacraments to her dying husband. In fact, it was an angel that came earlier and not Father Gilligan. She did not know that. എന്തുകൊണ്ടാണ് സിക്ക് മാന്റെ വൈഫ് സർപ്രൈസ്ഡ് ആയത്? അവരെ സംബന്ധിച്ച് ഫാദർ ഗില്ലിഗൻ ഇവിടെ വന്ന് പോയിട്ട് കുറച്ച് സമയം ആയതേ ഉള്ളൂ. ലാസ്റ്റ് സേക്രമെന്റ്സ് എല്ലാം ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷമാണ് അവരുടെ ഹസ്ബൻഡ് മരിച്ചത്. സോ അവരുടെ ഹസ്ബൻഡ് മരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫാദർ വന്നത് കൊണ്ടാണ് അവര് സർപ്രൈസ്ഡ് ആവാനുള്ള കാരണം. Question number 10. Why was the priest overcome with grief at the words of the widow? എന്തുകൊണ്ടാണ് ആ വിഡോയുടെ വേർഡ്സ് കേട്ടപ്പോൾ ഫാദർ ഗില്ലിഗൻ ഗ്രീഫ് വിഷമിച്ചതെന്നാണ് ചോദിച്ചിരുന്നത്. The priest was overcome with grief at the words of the widow because he had failed to come and do his duties. The man is dead. പ്രീസ്റ്റ് എന്താണ് വിചാരിച്ചത്? അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എത്താൻ സാധിക്കാതെ പോയി, ഉറങ്ങിപ്പോയ ഒരാളാണ് അല്ലേ? So he think that he was failed in doing his duties. അതുകൊണ്ടാണ് അദ്ദേഹം വിഷമിക്കാൻ കാരണമായത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം? ഓക്കെ, moving to the next question, question number 11. He knelt him at that word. Why? He knew that God had done a miracle. To see an angel to do the work for Gilligan must have done. എന്തുകൊണ്ടാണ് അദ്ദേഹം മുട്ടുകുത്തിയിരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ്? ഗോഡിന്റെ ഒരു മിറാക്കിൾ ആയിരുന്നു. ബിക്കോസ് ഗോഡ് ഹാഡ് സെന്റ് ഏഞ്ചൽസ് ഫോർ ഹിം. മാലാഖമാരെ അയച്ച് അദ്ദേഹം ഉറങ്ങിപ്പോയ നേരത്ത് അദ്ദേഹത്തിന് വേണ്ട കാര്യം ചെയ്തു കൊടുത്തു. സോ അതുകൊണ്ടാണ് he knelt എന്ന് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം മുട്ടുകുത്തിയത്. Question number 12. How did God save Father Gilligan from damnation? God saved Father Gilligan from damnation by sending an angel to give the sacraments to the dying man. If the man had died without getting forgiveness for his sins, Father Gilligan would have been demand for neglecting his priestly duties. Damnation എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹം ഉറങ്ങിപ്പോയതാണ്. മനഃപൂർവ്വമല്ല, അദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ആകാതെ വരുമായിരുന്നു. സോ ഗോഡ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നാണ്, ഗോഡ് എങ്ങനെ സേവ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്ക് വന്നതിൽ നിന്ന് ഗോഡ് എന്ത് ചെയ്തു? ആ ഒരു മനുഷ്യൻ മരിക്കാറായ സമയത്ത് ഗോഡ് ഏഞ്ചൽസിനെ അയച്ച് അദ്ദേഹത്തിന് വേണ്ടിയ ലാസ്റ്റ് സേക്രമെന്റ്സ് ചെയ്തു കൊടുത്തു. സിൻഫുൾ ആയിട്ടുള്ള ഒരാൾ, പാപം ചെയ്ത ഒരാള് ഫോർഗീവ് ചെയ്യാതെ, അയാളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടാതെ മരിച്ചാൽ അതൊരു വലിയ മിസ്റ്റേക്ക് ആണ്, പ്രത്യേകിച്ച് ഒരു പ്രീസ്റ്റിന്റെ മിസ്റ്റേക്ക് ആണ്. സോ അതുകൊണ്ട് ഇവിടെ ഫാദർ ഗില്ലിഗനെ ആ പ്രോബ്ലത്തിൽ നിന്നും ഗോഡ് സേവ് ചെയ്തു. Question number 13. He who hath made the night of stars for souls who tire and bleed. What do these lines mean? നമ്മുടെ പോയത്തിലെ 2 ലൈൻസ് ആണത്. ആ ലൈൻസിന്റെ മീനിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. They mean that God made the beautiful night of stars so that the tired and suffering people can find some rest and comfort. എന്താണ് അതിന്റെ അർത്ഥം? God is the creator. മിസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? God is the creator of everything. So the people can take some rest എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. This is our last question, question number 14. What do you understand about the character of Father Gilligan from the word had pity on the least of things? Had pity on least of things എന്ന് പറയുന്നതിനകത്തുനിന്നും ഫാദർ ഗില്ലിഗന്റെ ക്യാരക്ടർ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? It shows Father Gilligan was very humble. He considers himself the least of things, an unimportant being, but God had pity on him and sent his angel to his duties. എന്താണ് പറഞ്ഞേക്കുന്നത്? ഫാദർ ഗില്ലിഗൻ വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഹി ഈസ് ഗിവിങ് വെരി ഇമ്പോർട്ടൻസ് ടു എവ്രി വൺ. പക്ഷെ എന്താണ്? ഗോഡ് ഏഞ്ചലിനെ സെൻഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു.
അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ മീനിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ ഹോപ്പ് ഓൾ മൈ സ്റ്റുഡൻസ് ഗെറ്റ് ദി ഐഡിയാസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു അവർ ആക്ടിവിറ്റി സെക്ഷൻ. ഫസ്റ്റ് ആക്ടിവിറ്റി, answer the questions by choosing the most appropriate answer from the options given. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിസ് ഇവിടെ ഇതിന്റെ ആൻസേഴ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ സെന്റൻസസ് ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ, the people of Father Gilligan's parish were suffering from an epidemic. So this is the answer. Second one, the old priest was weary. Third one, Mabron means an expression of sorrow. Fourth one, Father Gilligan awoke with a start, realizing that he had not done his duty. Fifth one, the word flock in the context of the poem means people in the parish. Sixth one, who is wrapped in purple robes? God. Seventh one, the expression green sods refers to graves covered over by green grass. Last one, what is referred as moth hour of eve? Evening. Okay, so നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ആ സെന്റൻസസിന് ഫില്ല് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, മിസ് ടിക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് അതിന്റെ ആൻസർ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അവിടെ ആ പോർഷൻ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആ പോർഷൻ മിസ് ഇപ്പോൾ തന്നിരിക്കുന്ന ആൻസർ നിങ്ങൾ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്ടിവിറ്റി ഫിനിഷ് ആവും. ഓക്കെ അല്ലേ? സോ മൂവിംഗ് ടു ദി നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 2. What are the features that make this poem a typical ballad? ഒരു സാധാരണ ബല്ലാഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ പോയത്തിലുള്ളതെന്നാണ് നമ്മളിവിടെ ആൻസർ എഴുതേണ്ടത്. നിങ്ങളുടെ ആൻസർ എഴുതാനുള്ള ഒരു പോർഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ ഈ ആൻസർ ആണ് എഴുതാൻ പോകുന്നത്. The Ballad of Father Gilligan by W.B. Yeats has many features of a typical ballad. It tells a story. It uses simple language. Ballad stanzas are used. It has fine rhythm and music. It has a rhyme. The rhyme scheme is A, B, C, B. There is repetition. There are also dialogues. Okay. So, മിസ് ടിക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു ടിപ്പിക്കൽ ബലാഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നമ്മുടെ പോയത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻസർ മനസ്സിലായോ? സോ മൂവിംഗ് ടു ദി തേർഡ് ആക്ടിവിറ്റി. How does Yeats describe the character of Father Gilligan in the poem? Complete the following word web. W.B. Yeats ഫാദർ ഗില്ലിഗണിനെ എങ്ങനെയാണ് പോയത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു വേർഡ് വെബ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം വേർഡ് വെബ് ആണ് മിസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയൊക്കെ ഫാദർ ഗില്ലിഗണിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫാദർ ഗില്ലിഗൺ, ഈ ഫാദർ ഗില്ലിഗണിനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഏതൊക്കെ വേർഡ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഹംബിൾ, റിലീജിയസ്, ഗോഡ് ഫിയറിംഗ്, ഡ്യൂട്ടി കോൺഷ്യസ്, ഗ്രേറ്റ്ഫുൾ, sympathetic, hard working, sincere. ഓക്കെ, സോ ഇത്രയും വേർഡ്സ് ആ കോളത്തിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്ടിവിറ്റി ഇവിടെ ഫിനിഷ് ആകുകയാണ്. ഓക്കെ, ഇത്രയും വേർഡ്സ് ആണ് പോയത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫാദർ ഗില്ലിഗണിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, സോ മൂവിംഗ് ടു ദി ഫോർത്ത് ആക്ടിവിറ്റി. Read the poem again and pick out an instance of simile used in the poem. ഈ പോയത്തിൽ ഒരു സിമിലി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ് മെറി ആസ് എ ബേർഡ്. ഇതാണ് നമ്മുടെ പോയത്തിലെ സിമിലി എന്ന് പറയുന്നത്. ഓക്കെ, പോയത്തിൽ ഒരു സിമിലി ആണുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മെറ്റഫറും ഉണ്ട്. അത് മിസ്സിന്റെ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു മെറ്റഫർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സിമിലി മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ സിമിലി ഏതാണ്? ആസ് മെറി ആസ് എ ബേർഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, next we are going to do the fifth activity. Yeats uses a number of images in the poem to provide a sensory experience to the readers. Pick out instances of visual and auditory images from the poem. Images എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ വേർഡ്സ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിൽ തെളിയും, ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ തെളിയും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓഡിറ്ററി ഇമേജസ് കൊടുത്തിരിക്കാനാണ്, അതായത് കേൾവി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇമേജസ്.
ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ ഓഡിറ്ററി ഇമേജസ് എന്ന്. 2 ഓഡിറ്ററി ഇമേജസ് ആണ് നമുക്ക് പോയത്തിലുള്ളത്. വൺ ഇസ് സ്പാരോ ചിർപ്പ് ആൻഡ് ക്രൈഡ്. ഇത് രണ്ടും നമുക്ക് കേൾക്കാൻ ഓഡിറ്ററി ആണ് അല്ലേ, ഹിയറിംഗുമായി ബന്ധപ്പെട്ടതാണ് സ്പാരോ ചിർപ്പ് ആൻഡ് ക്രൈഡ്. സോ ദിസ് ഈസ് ദി ഓഡിറ്ററി ഇമേജ് ഇൻ ദി പോയം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിഷ്വൽ ഇമേജസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ വിഷ്വൽ ഇമേജസ് നോക്കിക്കേ. ഫ്ലോക്സ് ഇൻ ദെയർ ബെഡ്, green socks, nodding in a chair, leaning on the chair, stars, moth, leaves shaking in the wind, rousing the horse, riding, rocky lane, fen, sick man's wife opened the door, merry as a bird, souls who tire and bleed, God in his purple robes. Okay, കുറച്ചധികം വിഷ്വൽ ഇമേജസ് നമുക്കുണ്ട്. എന്താണ്, കേൾക്കാൻ പറ്റില്ല, നമുക്ക് മനസ്സിൽ കാഴ്ചയ്ക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള മാത്രം ഇമേജസ് ആണ് വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഏതൊക്കെ ഇമേജസ് ആയിരുന്നു? ഓഡിറ്ററി ഇമേജസും വിഷ്വൽ ഇമേജസും. ഈ 2 ഇമേജസ് ആണ് W. ബേറ്റ്സ് പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അവർ 6th ആക്ടിവിറ്റി. റൈം സ്കീം ഈസ് ദ പാറ്റേൺ ഓഫ് റൈംസ് at the end of each line of a poem or song. It is usually referred to by using letters to indicate which lines rhyme. Line designated with the same letter rhyme with each other. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പോയതിന്റെ ഓരോ ലൈനിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന വേർഡ് അടുത്ത ഏതെങ്കിലും ഒരു ലൈനിലെ വേർഡ് അവസാനത്തെ വേർഡുമായിട്ട് മാച്ച് ആവും. ഓക്കെ, അതിനാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എഴുതുക എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ റൈമിംഗ് വേർഡ്സ് നമ്മുടെ പോയത്തിൽ ഏതൊക്കെയാണെന്ന് മാത്രം എഴുതിയാൽ മതി. നമ്മുടെ ടെക്സ്റ്റിലെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഈ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ എളുപ്പമുള്ളതാണ്. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും റൈം സ്കീമും റൈം വേർഡ്സും ഒക്കെ എഴുതാനായിട്ട്. സോ നമ്മുടെ റൈം സ്കീം എന്തായിരുന്നു? ABCB. അതായത് എന്താണ്? ABC 3 ഡിഫറെന്റ് വേർഡ് ആയിരിക്കും. ഈ സെക്കൻഡ് വേർഡും ലാസ്റ്റ് വേർഡും തമ്മിൽ മാച്ച് ആകും. അതുകൊണ്ട് ഈ ബ സൗണ്ട് അല്ലെങ്കിൽ ബി എന്ന് കൊടുത്തിരിക്കുന്ന ലെറ്റർ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ നമ്മുടെ റൈം സ്കീം ABCB എന്നായിട്ട് മാറി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ റൈം സ്കീം അല്ല, റൈം വേർഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. റൈം വേർഡ് ഏതൊക്കെയാണ് നമ്മുടെ നോക്കാം. നോക്കിക്കേ. ഡൈ ഐ, അസ്ലീപ് പീപ്പ്. ശരിയാണല്ലേ? മിസ് പറയുമ്പോൾ ഏകദേശം ഒരേപോലെയാണ് സൗണ്ട് ചെയ്യുന്നത്. ഡൈ ഐ, asleep peep, wind mankind. ഇൻഡ് എന്നുള്ള സൗണ്ട്, IND എന്നുള്ള സൗണ്ട് ആണ് റിപ്പീറ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഇനി മോർ ഫ്ലോർ, ചെയർ കെയർ, ഫെൻ അഗൈൻ, ബേർഡ് വേർഡ്, ബ്ലീഡ് നീഡ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ പോയത്തിൽ കൊടുത്തിരിക്കുന്ന റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആക്ടിവിറ്റീസ് ഒക്കെ എളുപ്പമുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു അല്ലേ? ഓക്കെ, സോ എന്നിട്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. സോ നമ്മൾ ഇന്ന് ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് W. ബേറ്റ്സിന്റെ പോയം ആണ്. ദിസ് ഇസ് എ ലോങ് പോയം. പക്ഷെ എന്താണ്, ഈ പോയം നമുക്ക് ഒരു സ്റ്റോറി പോലെ പഠിക്കാവുന്നതാണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു നമ്മുടെ പോയത്തിന്റെ പേര്? ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ അല്ലേ? പീറ്റർ ഗില്ലിഗൺ എന്ന് പറഞ്ഞ ഫാദറിന്റെ കുറിച്ചിട്ടുള്ള ഒരു പോയമായിരുന്നു നമ്മൾ പഠിച്ചത്. ബല്ലാഡ് എന്ന വേർഡ് എന്താണെന്ന് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്മോൾ സ്റ്റാൻസ പോയംസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് റൈമിംഗ്. അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും. ബല്ലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിക്കോ ട്രാജിക്കോ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും ഇത് കൺവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ മുതൽ ആലോചിക്കുകയാണെങ്കിൽ ഫാദർ ഗില്ലിഗണിനെ നമ്മൾ കണ്ടു. അദ്ദേഹം ഒരു ഓൾഡ് പ്രീസ്റ്റ് ആണെന്ന് കണ്ടു. ആൻഡ് ഹി വാസ് സോ ടയേർഡ്. ആൻഡ് ആ പാരിഷിലുള്ള എല്ലാവർക്കും ഒരു ഡിസീസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. So many people are dying, so many are sick on their bed. അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടു. And somebody is in a need for father. അപ്പോൾ ആ രാത്രിയിൽ എന്താണ്, in the hour of moth അവറിൽ ഫാദർ ഉറങ്ങിപ്പോകുന്നു. രാവിലെയാണ് ഫാദർ ഉറക്കം തെളിയുന്നത്. ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം വളരെ വേഗത്തിൽ കുതിരപ്പുറത്ത് ആ ആളുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്താണ്, ആ ആള് ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞത് ഫാദർ വീണ്ടും വന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. സോ അത്രയും നമ്മൾ പോയം പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫാദർ ഉറങ്ങിപ്പോയെങ്കിലും ഗോഡിന്റെ ഏഞ്ചൽസ് വന്നിട്ട് അവിടെ ഫാദറിന് പകരമായിട്ട് പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഗോഡ് ഇസ് എ ക്രിയേറ്റർ.
ഗോഡ് ഗീവ്സ് എവറിത്തിങ് അല്ലേ? ഗോഡ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഗോഡ് നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു നല്ല തീമും മീനിങ്ങും ഉള്ള ഒരു നല്ല പോയമായിരുന്നു ബാലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറഞ്ഞത്. ഓക്കെ, then we have so many questions and answers. We have discussed all the questions and answers and we have go through the activities too. ആക്ടിവിറ്റീസ് എല്ലാം എളുപ്പമുള്ളതായിരുന്നു. റൈം സ്കീം, റൈം വേർഡ്സ്, തീം ഓഫ് ദ പോയം ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. സോ ഐ തിങ്ക് ഈ പോയം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് മിസ് വിചാരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമാണല്ലോ? ഓക്കെ, സോ മിസ്സിന് അടുത്ത ക്ലാസ്സിൽ വേറൊരു നല്ല ചാപ്റ്ററുമായിട്ട് വരും. സോ അപ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.